ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2 ദിവസമായി നാട്ടിലെത്തിയിട്ടോ. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പായിരിക്കും നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അന്നേരത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഒത്തിരി പേര് എൻ്റെ അടുത്ത് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരോടുമായിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി പേര് പേഴ്സണലി ഒക്കെ ചോദിച്ചു എന്തായോ, ഓക്കെ ആയോ ഹെൽത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അന്ന് അത് സംഭവിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു 1 മന്ത് എനിക്ക് അതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1 മന്ത് കറക്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നോർമലായി, എൻ്റെ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് മാറി. പക്ഷേ നാട്ടിൽ വന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഓൾറെഡി ഞാൻ ടിക്കറ്റൊക്കെ മുമ്പേ ബുക്ക് ചെയ്തത് കൊണ്ട് പിന്നെ ഓണം കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. 2 ഡേയ്സേ ആയിട്ടുള്ളൂ. പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. ഇന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. നമ്മുടെ ഷുട്ടും ഉണ്ടല്ലോ, നാട്ടിലെ പൂച്ചക്കുട്ടി, ഷുട്ടിനൊന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ നാളെയാണ് അമ്മ ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. നാളെയാണ് ബാക്കി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് MRI സ്കാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. വേറൊന്നും അല്ല, അത് ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അന്ന് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞപ്പോൾ പേരെന്തോ ആണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞിട്ട്. അതിനുശേഷം വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്തപ്പോൾ ഫൈബ്രോയിഡാണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ 1 മാസം കുറച്ച് അനുഭവിച്ചെങ്കിലും ആ 1 മാസം കഴിഞ്ഞപ്പോൾ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നാളെ ഡോക്ടറെ കാണാൻ പോവാണ്. അങ്ങനെ നാട്ടിലെത്തിയിട്ട് പിന്നെ നാട്ടിലെത്തന്നെ എൻ്റെ വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. വ്ളോഗ് ചെയ്യാനൊക്കെ മടിയായിരുന്നു. എന്നോട് ഒത്തിരി പേര് ചോദിച്ചപ്പോൾ വ്ളോഗ് കാണുന്നില്ലല്ലോ. ഇന്നലെയും കൂടെ ടിക്ടോക്കിൽ ലൈവിൽ പോയപ്പോൾ ആർക്കും ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു, വ്ളോഗ് എന്താ ഇല്ലാത്ത, നാട്ടിൽ പോയിൻ്റെ വ്ളോഗ് എന്താ കാണാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട്. നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വ്ളോഗ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു മടി കൊണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് 2 ദിവസത്തിന് ശേഷം ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം വീട്ടിലൊക്കെ തന്നെയായിരുന്നു. മഴ കാണാമെന്ന് കരുതി വന്നിട്ട് മഴ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഉറങ്ങുന്ന ടൈമാണ് മഴ പെയ്യുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരിക്കും അങ്ങനെ. അപ്പം ഇപ്പം നല്ല വെയിലും ചൂടൊക്കെ തന്നെയാണ്. വൈകുന്നേരം ഏകദേശം ഒരു 5:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഷുട്ടൂനെ എടുത്തിട്ട് ഇനി നല്ലൊരു സലൂണിൽ പോയി കൊണ്ടുപോയി കുളിപ്പിച്ച് നെയിലൊക്കെ കട്ട് ചെയ്ത് ഗ്രൂം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ബാക്കി നമുക്ക് പോകുന്ന വഴിയിൽ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇപ്പം അമ്മ ജോലി കഴിഞ്ഞ് വരും. അപ്പം അമ്മയുടെ വക ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പം ഇത്രയും നേരം വീട്ടിലുണ്ടായിട്ട് ഇപ്പോഴാണോ ഈ വൈകുന്നേരമാണോ പുറത്തിറങ്ങാനായിട്ട് തോന്നിയതെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ വീട്ടിൽ മടി പിടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അച്ഛൻ്റെ കൂടെ നമ്മുടെ തോട്ടത്തിലെ ഒരു വലിയ വാഴക്കൊലയൊക്കെ ഉണ്ടായപ്പോൾ വാഴക്കൊലയൊക്കെ പറിക്കാനുള്ള കാര്യത്തിനിങ്ങനെ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ തോന്നി വന്നിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. സോ പുറത്ത് ഇറങ്ങണം, ഒരു ഡ്രൈവ് പോകണം, ഇവിടുത്തെ ചായ കുടിക്കണം, പുറത്തിലത്തെ ചായ കുടിക്കണം. അങ്ങനെയൊക്കെ തോന്നില്ലെന്നെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങാല്ലേ. ഇനിയിപ്പോൾ ഷുട്ടു നമ്മൾ പഴയ ഷുട്ടു അല്ല, വലിയ ഷുട്ടുമായി വെയിറ്റൊക്കെ വെച്ച് വലിയ സൈസായി. അപ്പോൾ എനിക്ക് പഴയ ഷുട്ടുവിനെ എടുത്ത പോലെ എനിക്ക് എടുക്കാനൊക്കെ പേടിയായി തുടങ്ങി. കടിക്കുമോ മാന്തോ എന്നുള്ളൊരു പേടിയൊക്കെ. നമുക്ക് ഷുട്ടിനെ വണ്ടിയിൽ എടുത്തിട്ട് പോവാം. ഓക്കെ. ഷുട്ടു അമ്മയുടെ പൊന്ന് ഇവിടെ കിടക്കുവാണോ? ഈ ആകെ അഴുക്കൊക്കെ പിടിച്ച് കുളിക്കാൻ പോവാം ഷുട്ടു. ഉറങ്ങുമായിരുന്നോ? ഇത് തള്ളി തുറക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഗൈസ്. ഓക്കേ, ചുട്ടിനുള്ളിലിരിക്കുന്നുണ്ട്. അങ്ങനെ മൂപ്പര വണ്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ചുട്ടുനെ. സൺകിസ്ഡ് മീ. സംഭവേ പണ്ട് ഷുട്ടു തീരെ കുഞ്ഞായിരുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വണ്ടിയിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഓടി നടന്ന് തന്നെ ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു. നോക്ക് ഇപ്പോൾ ഷുട്ടു മെച്ചൂർഡായി അനങ്ങാണ്ടൊക്കെ ഇരിക്കുക. ഓ മൈ ഗോഡ്, സൺ കിസ് ചെയ്തിട്ട് എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഗ്ലോ പോലെ അല്ലേ. എനിക്കിഷ്ടമായി ഈ ലുക്ക്.
ഒരു ചൂടില്ലാത്ത വെയില്. നോക്ക് എന്തോരം അച്ചടക്കായിട്ടിരിക്കുന്ന, ഇരുത്തിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അവിടെ നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല. മെച്ചുവേർഡായി. എന്നിട്ടും ഞാൻ മെച്ചുവേർഡായിട്ടില്ല. ഇതിപ്പോ നമ്മള് ഇതുവരെ കൊണ്ടുപോകാത്തൊരു സലൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഞാൻ അധികം ഷൂട്ട് ചെയ്യുന്നില്ല. പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം. ഇനി ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരമുണ്ട് സലൂണിലേക്ക്. ഏതാ സലൂണെന്ന് പോലും എനിക്കറിയില്ല. ഞാനൊരു ഡ്രൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിയർ ബൈ നോക്കാതിരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യട്ടെ കേട്ടോ. സത്യം പറഞ്ഞാലേ നമ്മൾ ഈ നാട്ടിൽ വരുമ്പോൾ ഉള്ള ഫസ്റ്റ് ഡ്രൈവ് ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അതാ ഒരു ഫസ്റ്റ് ദിവസം നമ്മള് കുറച്ച് നാള് നാട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ട് ഈ വരുമ്പോൾ ഉള്ള ആ ഒരു ഫസ്റ്റ് ഡേക്ക് ഡ്രൈവിന് കിട്ടുന്ന മാത്രം ആ ഡ്രൈവിന് മാത്രം കിട്ടുന്ന ചില സവിശേഷതകളുണ്ട്, ചില സുഖങ്ങളുണ്ട് അല്ലെ നമ്മുടെ നാട്ടില്. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോ 3-4 മാസമായിട്ടുള്ള മാറി നിന്നിട്ട്, എന്നാലും എനിക്ക് എന്തോ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു തരുന്നൊരു ഫീലാണ് എപ്പോഴും. അപ്പൊ ഞാൻ എപ്പോഴും വരുമ്പോഴാണെങ്കിലും വന്നതിന്റെ അന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഇതുപോലൊരു കുഞ്ഞു ഡ്രൈവ് നടത്താറുണ്ട്. ഭയങ്കര എന്താ പറയാ, നാട് വിട്ട് ഒരുപാട് നാൾക്ക് ശേഷം മാറി നിന്ന ഒരാള് വന്നിട്ട് നാടിനെ എങ്ങനെ കാണും, ആ ഒരു കണ്ണിക്കൂടെ എനിക്ക് കാണാൻ പറ്റുക. അങ്ങനെ നാട്ടിൻപുറവും നാട്ടിലെ ആൾക്കാരും ഓരോ കവലകളും ഓരോ മറ്റേ പാലത്തിന്റെ മുകളിലൊക്കെ നിന്നിട്ട് ചൂണ്ടിടുന്നതും വഴിയോര കച്ചവടങ്ങളും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സുഖ. നമ്മുടെ നാട് അല്ലേ, നമ്മുടെ നാടിന്റെ അത്രയും വേറെ ആ ഒരു എപ്പോഴും മാറി നിന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ നാടിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവാന്ന് പറയുന്നത് കറക്റ്റാണ്. അങ്ങനെ മഴയില്ല, മഴ കാണാൻ പറ്റുന്നില്ല, അതാണ് വലിയൊരു സങ്കടം. പിന്നെ അവിടത്തെ പോലെ നമുക്ക് അങ്ങനെ കണ്ണം പൂട്ടി അങ്ങ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന റോഡല്ലല്ലോ. ഇപ്പൊ തന്നെ കുറച്ച് മുമ്പ് ഒരു അമ്മേന്റെ കയ്യിൽ നിന്ന് ഒരു മോന് ഇങ്ങനെ ജസ്റ്റ് മിസ്സായിട്ട് എന്റെ കാറിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നത്. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. നാട്ടിലെപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ. എനിക്ക് നല്ല വിശപ്പുണ്ട്. അവിടേക്ക് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ ഇരുന്നിട്ട് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ അവിടേക്ക് ആള് വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ചായ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും വണ്ടിയിലേക്ക് കൊണ്ടുതരും, വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട. നമുക്ക് ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ തന്നെ ഇറങ്ങിപ്പോയി വാങ്ങി കഴിക്കണം. അത് ഈ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതാണ്. എനിക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന് ഫുഡ് കഴിക്കാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. എനിക്ക് നാട്ടിലെ ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയുമല്ലോ പുറത്തിലത്തെ ഷവർമ്മയാണ് ഒറിജിനൽ എന്നൊക്കെ. പക്ഷെ എനിക്ക് നാട്ടിലത്തെ ഷവർമ്മയുടെ സ്മെല്ലങ്ങ് കേൾക്കുമ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഷുട്ട് അനങ്ങിയിട്ടില്ല കേട്ടോ. ഷുട്ട് ഇത്ര നേരമായിട്ടും സലൂൺ എത്താറായിട്ട് ഷുട്ട് ബാക്കിൽ നിന്ന് അനങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങളുടെ ഷുട്ടിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ ഷുട്ട് കരയില്ല, ഞങ്ങളുടെ ഷുട്ട് ഊമയാണ്. ആ സത്യം ഞങ്ങള് ആദ്യമേ മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ ചെറിയ ഡൗട്ട് ഉണ്ട്, ചിലപ്പോൾ കരയേണ്ട സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഷുട്ട് കരയാത്തതെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര നാളായിട്ട് ഷുട്ട് കരഞ്ഞിട്ടില്ല. ഷുട്ട് ഊമയാണ് ഗൈസ്, ഊമയാണ്. മ്യാവുന്നുള്ളൊരു സൗണ്ട് കേൾക്കാൻ സാധാരണ മറ്റിങ്ങനെ കുഞ്ഞിന്റെ വായിന്ന് അമ്മ എന്നൊരു വിളി കേൾക്കാൻ കാത്തിരിക്കുന്ന പോലെ ഷുട്ടിന്റെ വായിന്ന് മ്യാവുന്നൊരു വിളി കേൾക്കാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. ഞാനിപ്പോ എന്താ കഴിക്കുക? നല്ല പതപ്പിച്ച ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ജംഗ്ഷനിലൊക്കെ നിർത്തി ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല കേട്ടോ. നിങ്ങക്ക് വേറൊരു കാര്യം അറിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഫോണില്ല. അതായത് ഈ ഫോണില് ദുബായ് സിമ്മ, UAE സിമ്മ കിടക്കുന്നത്. നാട്ടിലെ ആൾക്കാർക്ക് എന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോണില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് ഞാനിപ്പോ ലേറ്റ് ആയിന്ന് വെച്ചോ, വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോണില്ല. കാരണം എന്താ, ഇന്ത്യൻ സിമ്മ ഉള്ള ഫോണ് ദുബായിൽ നിന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി. അവിടുത്തെ വീട്ടിലിരിക്കുവാണ്. ഫ്ലൈറ്റിൽ കയറിയിരുന്ന് ടെലിഗ്രാമിൽ മൂവി ഡൗൺലോഡ് ചെയ്ത് മൂവി കാണാന്ന് പറഞ്ഞ ബാഗ് തപ്പി. ഇപ്പൊ ഫോണില്ല, ഫോൺ എടുക്കാൻ വിട്ടുപോയി. അതിലാണ് എൻ്റെ ഇവിടുത്തെ GPay, അതുപോലെ ഇവിടുത്തെ ഇന്ത്യൻ നമ്പർ എല്ലാം. ആ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇപ്പൊ നെറ്റ് പറ്റുന്നില്ലല്ലോ. അതായത് UAE സിമ്മിലുള്ള കുറച്ച് റോമിംഗ് ഡാറ്റ വെച്ചിട്ടാണ് ഈ കളി മൊത്തം. അങ്ങനെ എൻ്റെ ലൈവൊക്കെ ഇടുന്നത് ആ ഫോണിലാണ്. ആ ഫോൺ എടുത്തിട്ടില്ല. ഈ 17 Pro Max ഇന്ത്യൻ നമ്പർ ഈ സിം ആക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം. ഇതൊക്കെ എന്തിനാ നിങ്ങളോട് പറയുന്നതെന്ന് വിചാരിക്കും. ചുമ്മാ ഒരു ഡ്രൈവിനിടയിൽ ആരെങ്കിലോടൊക്കെ വർത്താനം പറഞ്ഞ് ഡ്രൈവ് ചെയ്യുന്നൊരു സുഖം. വിളിച്ച വണ്ടിയിലേക്ക് കയറാൻ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ. കസിൻസ് അവിടെ അവന്മാരുണ്ട്, ചേച്ചിയുടെ പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്കിന്ന് ഒറ്റയ്ക്ക് ഒരു നാട് ചുറ്റിക്കാണാനൊരു മോഹം. അങ്ങനെ ഇറങ്ങിയതാ. ചായ കുടിക്കാം അല്ലേ? നല്ലൊരു ചായയും നല്ല നാടൻ കടികൾ എന്തൊക്കെയാ നോക്കട്ടെ നാട്ടിലത്തെ. ഓക്കെ.
അപ്പോൾ മാപ്പ് ഓണാക്കിയിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കത്തിവെച്ചാൽ ശരിയാവില്ല. എനിക്ക് റൂട്ട് മാപ്പ് നോക്കാനുണ്ട്. ഓക്കെ, അവിടെ എത്തട്ടെ. ഇത് സ്ഥലത്തിട്ട് എത്താറായി. ഇതാട്ടോ നമ്മൾ ഷുട്ടൂനെ കുളിപ്പിക്കാൻ വന്നേക്കുന്ന സ്ഥലം. ബ്യൂട്ടിഫുൾ അല്ലേ? ഗ്രൂമിങ് ട്രെയിനിങ് ഇവിടെ. ഷോമി ഷുട്ടു ബൈ. ഓക്കെ, കടിക്കില്ല, അറിയില്ല. ഹിന്ദിക്കാരനൊക്കെ മലയാളത്തിൽ സംസാരിക്കുമോ? കടിക്കില്ലേ ഇതൊക്കെ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ, പക്ഷെ സമയം കിട്ടിയില്ല. എനിക്ക് ഈ സലൂൺ ഇരിക്കുന്ന സ്ഥലം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ബാക്കിൽ ചെറിയൊരു എന്തായാലും പറയാൻ, അതിനെന്താ പറയാ, തോടോ അങ്ങനെ എന്തൊക്കെയോ. കുറച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് പോസ്റ്റ് ആവാം. അനങ്ങാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് നാൾ ഞാനില്ലാത്തതുകൊണ്ട് ഇത് കടിക്കോ മാന്തോന്നൊന്നും എനിക്കും അറിഞ്ഞൂടാ. ഇപ്പം അനങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. അവർ കഴുത്തിൽ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അനങ്ങി തുടങ്ങി. അപ്പോൾ ഷുട്ടൂനെ അവിടെ കുളിക്കാൻ ഏൽപ്പിച്ചു. നമുക്ക് പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. എനിക്ക് ചെറിയൊരു ചപ്പൽ വാങ്ങാനുണ്ട്, വീടിനകത്ത് ഇടുന്ന ചപ്പൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് ഇത്തവണ അമ്മ കയ്യേറി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാല് കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ കാലിന് പെയിനൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ആ ചപ്പൽ അടിച്ചു മാറ്റി. അപ്പോൾ നമുക്ക് പുതിയ ചപ്പൽ വേണം. എനിക്ക് ചപ്പലില്ലാതെ നടക്കുമ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പോയി വാങ്ങാം. പ്ലസ് നമുക്ക് ചായ എന്തെങ്കിലും, വിശക്കുന്നുണ്ട്, തട്ടിയിട്ട് വരാം. ഓക്കെ, അപ്പോഴേക്കും ഷുട്ടു ഇവിടെ സെറ്റ് ആവട്ടെ അല്ലേ. സീറ്റ് ബെൽറ്റ് ഭയങ്കര മടിയാട്ടോ. സ്പേസ് കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചതൊക്കെ കൊച്ചി ബ്രോഡ്വേയിൽ കിടന്നിട്ടാട്ടോ. കൊച്ചി ബ്രോഡ്വേ അറിയാലോ. കൊച്ചി ബ്രോഡ്വേയിൽ വണ്ടി ഓടിക്കാൻ, ഇപ്പോൾ ടൂ വീലർ ആണെങ്കിലും കാറാണെങ്കിലും കൊച്ചി ബ്രോഡ്വേയിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചവർക്ക് ലോകത്ത് എവിടെയും വണ്ടി ഓടിക്കാമെന്നാ. അത്രയും റഷ് റോഡിലിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാലും വണ്ടി ഓടിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ക്യാമറ ചെറുതായിട്ട് ചരിഞ്ഞോ? ഫോൺ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡും മാറ്റണം. അതുപോലെ കാറിൻ്റെ മൊബൈൽ ഹോൾഡർ വാങ്ങണം. മൊബൈൽ ഹോൾഡർ ചെരിഞ്ഞു പോയി. ഞാനിപ്പോൾ പറവൂര് ആണ് കേട്ടോ. പറവൂര് പണ്ടേ ഈ ചെറുപ്പത്തിൽ അച്ഛൻ്റെ തറവാട്ടിലേക്ക് അമ്മേൻ്റെ തറവാട്ടിലേക്കും ഇങ്ങനെ സ്കൂള് വെക്കേഷനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വീട് എപ്പോഴും ഞാൻ നോക്കും. എന്തിനാണ് ഈ വീട്ടിലിങ്ങനെ ഹനുമാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്? അന്ന് ഈ വീട് എപ്പോഴും നോക്കും. ഇതൊരു അടയാളമാണ് എനിക്ക് ഈ വഴി പാസ് ചെയ്യുമ്പോൾ. കുഞ്ഞിലേക്ക് ഈ വഴി പോകുമ്പോഴൊക്കെ എപ്പോഴും നോട്ട് ചെയ്യുന്നൊരു വീടാണ്. സ്റ്റിൽ ഇത്രയും വർഷം ആയിട്ടും ആ ഹനുമാൻ അവർ അവിടെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചതാണ്. ഇത് ഈ പറവൂർ റോട്ടിൽ, പറവൂർ ആലുവ റോട്ടിലൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളവർ പറയണേ, കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പറവൂരാണ്. ഇവിടെ അച്ഛൻ്റെ നാട് ചെറായിലാണ്. അപ്പോൾ പണ്ട് എപ്പോഴും ചെറായിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും. അമ്മയുടെ നാട്ടിലേക്ക് അച്ഛൻ്റെ നാട്ടിലേക്കൊക്കെ വെക്കേഷൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമല്ലോ. ഓക്കെ, സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്. ഗ്രാൻഡ് മുസിരീസ് എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. നമുക്ക് ഇവിടെ കയറിയിട്ട് ചായ കുടിക്കാം. ഇതാകുമ്പോൾ അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി തനിയെ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുക കേട്ടോ. എൻ്റെ തോന്നലായിരുന്നു ഇതുവരെ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല, എപ്പോഴും ആരെങ്കിലും വേണം എന്നാലേ ഫുഡ് ഇറങ്ങത്തുള്ളൂ, അങ്ങനെയൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. പക്ഷേ ഇതാ ആദ്യമായിട്ട് ഒരാളുടെയും കമ്പനി ഇല്ലാതെ ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ ഞാൻ ശീലിച്ച് തുടങ്ങുവാണ്. ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോയി ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും. ഇതിപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൽ ഞാനല്ലാതെ വേറൊരു മനുഷ്യൻ അവിടെ ഇല്ല. ആ ഒരു ധൈര്യമാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇനി ഞാൻ ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവാം. വല്ലി ഫുഡല്ലേ, എല്ലാ മനുഷ്യന്മാരും കഴിക്കുന്നതല്ലേ, എന്തിനാ ചമ്മുന്നേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇനി ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ശീലിച്ച് തുടങ്ങുവാണ്. അതിൻ്റെ ഒരു കല്ലിടലാണ് ഇന്ന്.
ബൈ ദ വേ ഞാൻ ചായയും നാടൻ കടികൾ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ വന്നെത്തിയത് വീണ്ടും പ്ലേറ്റ് ഷവർമയുടെ മുമ്പിലാണ്. എനിക്ക് ഈ ഷവർമയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഷവർമ ഓർഡറാക്കി ഒരു നല്ല നേരത്തെ പറഞ്ഞ പോലെ അടിച്ച് പതപ്പിച്ച് ഒരു ചായയും കൂടെ കുടിച്ചു. അങ്ങനെ ഫുഡും കഴിച്ച് നല്ലൊരു ചായ ആയതുകൊണ്ട് ഒരു ചായയും പാഴ്സൽ ഗ്ലാസ്സിൽ വാങ്ങിച്ചിട്ട് നമ്മളിന്ന് ചപ്പൽ വാങ്ങാൻ വേണ്ടി പോവാട്ടോ. ഈ ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് വീടിനുള്ളിൽ ഇടുന്ന ചപ്പൽ വാങ്ങിയിട്ട് വരാട്ടോ. അങ്ങനെ കാലുവേദന ഒന്നും തോന്നാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെപ്പലും വാങ്ങിച്ചു. അപ്പോൾ വന്ന കാര്യമൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. പറ്റുവാണെങ്കിൽ നടക്കുവാണെങ്കിൽ മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് സ്ക്രീൻ ഗാർഡ് വാങ്ങണം, കാറിൻ്റെ മൊബൈൽ ഹോൾഡർ മാറ്റണം, പിന്നെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കുറച്ച് നല്ല പച്ച മീൻ, നല്ല ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ അത് വാങ്ങിയിട്ട് പോകണം, കുറച്ച് ഫ്രൂട്ട്സും വാങ്ങണം. ഇത്രയും കാര്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി ട്രൈ ചെയ്യട്ടെ. തിരിച്ച് വീണ്ടും നമ്മൾ പെറ്റ് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഷുട്ടുവിൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മളപ്പോഴേക്കും വാങ്ങിച്ച ചായ കുടിച്ചു തീർന്നിട്ടില്ല. നല്ല രസമല്ലേ ഈ വൈകുന്നേരങ്ങളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പള്ളിയിലെ ബാങ്ക്, അമ്പലത്തിലെ പ്രാർത്ഥന, അങ്ങനെ ഒരു ഈവനിങ് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രഭാതങ്ങളെക്കാൾ കൂടുതൽ ഞാൻ സായാഹ്നങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് നെക്സ്റ്റ് ഇതുപോലെ ഇനിയും ഇടണം എന്ന് തോന്നുക. ശരിക്കും എൻ്റെ ഇങ്ങനത്തെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയണേ. അതല്ല ബോറിംഗ് ആണെങ്കിലും പറയണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഭയങ്കര റീച്ച് കൂടാൻ കാരണം എന്താണെന്നറിയാം. മറ്റുള്ളവരുടെയൊക്കെ ആണെങ്കിലും നമുക്ക് വേറൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൽ അവർ നമ്മളെപ്പോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ അറിയാൻ ഓരോ മനുഷ്യനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതാണ് ആര് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ചെയ്താലും അത് ഭയങ്കര റീച്ച് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കി കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ എൻ്റെ വ്ളോഗും കാണുന്നവരുണ്ടാവുമല്ലോ. ശ്രുതി എങ്ങനെയാണ്, ശ്രുതിയുടെ ഡേയ്സ് ഒക്കെ എങ്ങനെയാണ്, ശ്രുതി എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങുന്നത്, ശ്രുതി എങ്ങനെയാണ് ജീവിക്കുന്നത്, ശ്രുതി എങ്ങനെയാണ് നോർമൽ ലൈഫിൽ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര അരോചകമായി തോന്നുന്നുണ്ടാവോ എൻ്റെ പ്രേക്ഷകർക്ക് എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടണം കേട്ടോ. വെറുതെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്ന് വീഡിയോ കാണുന്ന വിടുവാസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാലേ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് വരുള്ളൂ, കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ എന്തെല്ലോ പറയുന്നുണ്ട്. നമുക്ക് ഷുട്ടൂനെ പോയി കണ്ടിട്ട് വരാം. എന്ത് രസത്തിലിരുന്ന് കൊടുക്കുന്നേ നോക്ക്, ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ ഇരിക്കും നോക്ക്. എന്ത് റച്ചെടുക്കണം. ഹെയറൊക്കെ ചെറുതായിട്ട് ഷോർട്ടായിട്ട് ട്രിം ചെയ്ത് നല്ല സുന്ദര കുട്ടനായി. ഇവിടെ പെറ്റ്സിൻ്റെ ഓണക്കോടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനെന്തായാലും വാങ്ങുന്നില്ല. ഓണക്കോടിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഷുട്ടൂന് ഇത് വാങ്ങാൻ പോവാം. ഇതൊരെണ്ണം വാങ്ങാം. ഈ ഷുട്ടു ജാടയായോ? സുന്ദരനായപ്പോ ജാടയോ? എന്തൊക്കെ എത്തി കിടക്കുന്നേ? മണിയൊക്കെ കീലിക്ക് ബട്ടർഫ്ലൈ മണി. എൻ്റെ മോനെ, ഇതാരിത്? ഇങ്ങോട്ട് കാണിച്ച ആൾക്കാർ കാണട്ടെ, എൻ്റെ മൊഞ്ച് കാണട്ടെ. ജാട ഇടരുത് കേട്ടോ. ശുണ്ടരൻ അവിടെ കിടന്നോണ്ട് അടങ്ങി ഒതുങ്ങി. നെക്സ്റ്റ് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഗൈസ്, ഇന്നത്തെ ഫുൾ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ നടന്നില്ല. ഒന്ന്, ഫ്രൂട്ട്സ് വാങ്ങാനും പറ്റിയില്ല. 2, കാർ മൊബൈൽ ഹോൾഡർ വാങ്ങിയില്ല. ബാക്കിയെല്ലാം പോയ കാര്യങ്ങളൊക്കെ നടന്നു. തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം അമ്മ കലിപ്പ് മോഡിൽ നിൽക്കുന്നുണ്ടാവും ഞാൻ ലേറ്റ് ആയതിൻ്റെ.
അമ്മയെ സോപ്പിടെ തന്നെ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നത്. ആരെയും കാണുന്നില്ല, അവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഷുട്ടു 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 ഷുട്ടോ ഷുട്ടു ശുണ്ട്രി എവിടെ? ശുണ്ട്രി ശുണ്ട്ര സുന്ദരക്കുട്ടനെവിടെ? സുന്ദരക്കുട്ടനെവിടെ? ഹെയറൊക്കെ കട്ട് ചെയ്തപ്പോഴേക്കും ഷുട്ടുവിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞല്ലോ എന്ന് അച്ഛന് ഭയങ്കര ടെൻഷൻ കേട്ടോ. എന്നിട്ട് ഷുട്ടുവിനെ ഇങ്ങനെ ആകെ കൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച വീട്ടിലെത്തി. ഷുട്ടു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. ഷുട്ടുവിൻ്റെ ഹെയർ കളയണ്ടായിരുന്നു, പകുതി ആയിപ്പോയി ഷുട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വീടൊക്കെ എത്തി. ഇനി എന്താ, ഇനി വീട്ടുകാരൊപ്പം ഇങ്ങനെ ഇരിക്കും, ബിഗ് ബോസ് കാണും, ഫുഡ് കഴിക്കും, പിന്നെ ലൈവ് പോകും. ഇത്രയൊക്കെയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇനി പുതിയ വ്ലോഗായിട്ട് വീണ്ടും വരാം. നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണും വരെ സൈനിങ് ഓഫ്. ശ്രുതി തമ്പി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.